കോളനികൾ ഇല്ലാതെയാകുന്ന ഒരു നാടാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. കോളനികളുടെ പേരിൽ അധിക്ഷേപിക്കപ്പെടാത്ത മനുഷ്യരുള്ള നാടാണ് എൻ്റെ സ്വപ്നം. ഞാൻ ഇത് വെറുതെ പറയണല്ല. നമുക്ക് പരമാവധി 10 കൊല്ലം കൊണ്ട് നമ്മളെ നാട്ടിൽ ഒരു കോളനി ഉണ്ടാവരുത്. എന്തിനാ കോളനിയായിട്ട് ജീവിക്കണേ? നമ്മളെല്ലാവരും സ്വന്തമായിട്ട് ഒരു സ്ഥലം വാങ്ങി, സ്വന്തമായിട്ട് വീട് വെച്ച്, സ്വന്തമായിട്ട് എല്ലാ മനുഷ്യർക്കും ഇടയിൽ ജീവിക്കണ്ടേ? കോളനി ജീവിതം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതൊരു ബ്രാൻഡാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാപനം ഒരു IAS അക്കാഡമിയാണ്. നിങ്ങൾക്കറിയോ? ഇതിനു മുമ്പ് ആരോ വന്നിട്ടുണ്ടോ ഇവിടെ? കണ്ടിട്ടുണ്ടോ? കണ്ട കുട്ടികളും ഉണ്ട് ഇല്ല? കുറച്ച് പേരുണ്ട്. ഓക്കെ. ഈ IAS അക്കാഡമി ഉണ്ടാക്കിയപ്പോൾ നിർബന്ധപൂർവം അതിൽ എഴുതി ചേർത്ത ഒരു കാര്യമുണ്ട്. ഇവിടെ എല്ലാവർക്കും മെറിറ്റോറിയസ് ആയി മാത്രമാണ് അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷേ SC വിഭാഗത്തിലെ കുട്ടികൾക്ക് 5% സംവരണം ഏർപ്പെടുത്തിയ സ്ഥാപനമാണിത് എന്ന അഭിമാനത്തോടെ ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങൾ ഒരുപാട് കാലമായി കാണുന്നൊരു വലിയ സ്വപ്നമുണ്ട്. പെരിന്തൽമണ്ണ ഒരുപാട് മാതൃകകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. നിങ്ങളെല്ലാവരെയും പലപ്പോഴും ഞാൻ സ്കൂളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കോളേജിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും, പൊതുസ്ഥലങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കൂടിച്ചേരൽ വളരെ വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ജീവിതത്തിലും പ്രധാനമാണ്, എൻ്റെ ജീവിതത്തിലും പ്രധാനമാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ സ്വപ്നത്തിലേക്ക് നമുക്കൊരു ടേക്ക് ഓഫ് വേണം, വേണ്ടേ? ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് കുട്ടികൾക്ക് വെളിച്ചമാവുക എന്നതാണ് ഈ നിയോജകമണ്ഡലത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം. അതിൻ്റെ ഭാഗമായി നമ്മൾ ഏറ്റവും പ്രധാനമായി ക്രിയ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു. നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്രിയ എന്ന പ്രോജക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ പലതും പലരുടെയും പല വ്യത്യസ്തമായിരിക്കും. ഇതിൽ സർക്കാർ ജീവനക്കാരുടെ മക്കൾ ആരെങ്കിലും ഉണ്ടോ? അച്ഛനോ അമ്മയോ ആരെങ്കിലും സർക്കാർ ജോലിയുള്ള എഴുന്നേറ്റുന്നേ? എത്ര പേരുണ്ടെന്ന് അറിയണം. ഇരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ ചെറിയ ക്ലൂ പറയാം. നമ്മളെ SC വിഭാഗത്തിൽ ഇപ്പോഴും ഒരുപാട് തസ്തികകൾ ആളില്ലാത്തത് കൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അറിയോ? എന്നാൽ അങ്ങനെ ഉണ്ട്. അതിന് ബാക്ക്ലോഗ് എന്നാണ് പറയാം. ആളെ കിട്ടാഞ്ഞിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സർക്കാർ തസ്തികകളുള്ള ഒരു സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങൾ എന്നതാണ് ഒന്നാമത്തെ നിങ്ങൾ അറിയേണ്ട കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി പരീക്ഷ അറിയുന്നില്ല, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല, പരീക്ഷ എഴുതുന്നില്ല എന്നതുകൊണ്ട് മാത്രം നമ്മൾ സർക്കാർ സർവീസിൽ നിന്ന് പോവാം. ഇപ്പം ഇവിടെ ഞാൻ ഇരിക്കുന്ന ഈ കുട്ടികൾക്കിടയിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നമ്മളൊരു ദൃഢപ്രതിജ്ഞ എടുക്കണം. ആർ യു റെഡി ഫോർ ദാറ്റ് ടേക്ക് ഓഫ്? റെഡിയാണോ? ഒന്ന് എഫർമേറ്റീവായി യെസ് പറ, നല്ല ഉഷാറായിട്ട് പറ. നിങ്ങൾ ആ ടേക്ക് ഓഫിന് റെഡി ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന 10-75 കുട്ടികളുണ്ട് അല്ലേ? നിങ്ങളൊരു സോഷ്യൽ റവല്യൂഷൻ ഇവിടെ ഉണ്ടാക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഒരു സാമൂഹ്യ വിപ്ലവം നമുക്ക് ഉണ്ടാക്കണം. എന്താണ് ആ സോഷ്യൽ റവല്യൂഷൻ? ഇപ്പൊ പലപ്പോഴും ജാതി ഒരു പ്രശ്നമാണ്. ഇന്ത്യയിൽ ജാതി ഒരു പ്രശ്നമാണ്. ജാതിയുടെ പേരിൽ ഒരുപാട് പേർ അധിക്ഷേപിക്കപ്പെടുന്നുണ്ട്, പരിഹസിക്കപ്പെടുന്നുണ്ട്, മാറ്റി നിർത്തപ്പെടുന്നുണ്ട്, അപമാനിക്കപ്പെടുന്നുണ്ട്. ആം ഐ കറക്റ്റ്? നിങ്ങൾ രോഹിത് വെമുലയെ അറിയില്ലേ? രോഹിത് വെമുലയെ കേട്ടിട്ടില്ലേ? അറിയില്ലേ? രോഹിത് വെമുല എന്നൊരു ചെറുപ്പക്കാരൻ അറിയോ? അറിയില്ല. രോഹിത് വെമുല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഏറ്റവും മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാ കുറിപ്പിൽ രോഹിത് വെമുല എഴുതി വെച്ചൊരു കാര്യമുണ്ട്: എൻ്റെ ജാതിയാണ് എൻ്റെ പ്രശ്നം. ജാതീയമായി ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കപ്പെട്ട് ജീവൻ കളയേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്.
ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ തീരുമാനിച്ചാലല്ലാതെ നമ്മുടെ ആരുടെയും ജീവിതം മാറില്ല. എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താണെന്നറിയോ ആ സ്വപ്നം? കോളനികൾ ഇല്ലാതെയാകുന്ന ഒരു നാടാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. കോളനികളുടെ പേരിൽ അധിക്ഷേപിക്കപ്പെടാത്ത മനുഷ്യരുള്ള നാടാണ് എൻ്റെ സ്വപ്നം. ഞാൻ ഇത് വെറുതെ പറയണതല്ല. നമുക്ക് പരമാവധി 10 കൊല്ലം കൊണ്ട് നമ്മളെ നാട്ടിൽ ഒരു കോളനി ഉണ്ടാവരുത്. എന്തിനാ കോളനിയായിട്ട് ജീവിക്കണേ? നമ്മളെല്ലാവരും സ്വന്തമായിട്ട് ഒരു സ്ഥലം വാങ്ങി, സ്വന്തമായിട്ട് വീട് വെച്ച്, സ്വന്തമായിട്ട് എല്ലാ മനുഷ്യർക്കും ഇടയിൽ ജീവിക്കണ്ടേ? കോളനി ജീവിതം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതൊരു ബ്രാൻഡാണ്. കേരളത്തിൽ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആദ്യമായിട്ട് ഇറങ്ങി പുറപ്പെടാൻ അവസരം കിട്ടിയൊരു MLA ആണ് നിങ്ങളുടെ MLA എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. കാരണം ഞാനത് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ ഡിസ്കഷൻ നടക്കുകയാണ്. എന്താണ് റിസൾട്ട് കുറയുന്നത്? അപ്പോൾ അവിടുത്തെ HM വളരെ അവർ അങ്ങനെ ഒരു ആലോചിച്ച് പറഞ്ഞൊന്നായിരിക്കില്ല. അവർ പറഞ്ഞു, ഇവിടെ ഏറ്റവും കൂടുതൽ കോളനിയിലെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. ഞാൻ ആ സമയത്ത് അവരോട് ചോദിച്ചു, കോളനിയിലെ കുട്ടികൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അവരുടെ മുഖം ആകെ വാടി. അവരത് പറഞ്ഞു പോയല്ലോ എന്നായി. പക്ഷെ നിങ്ങൾ നോക്കൂ, നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പോഴും വളരെ വളരെ രൂഢമൂലമായി നിൽക്കുന്ന ചില വിചാരങ്ങളുണ്ട്. അത് ആർക്കാണ് പൊളിക്കാൻ കഴിയുക? ആർക്കാണ് പൊളിക്കാൻ കഴിയുക? ഉറക്കെ പറ, ആർക്കാ പൊളിക്കാൻ കഴിയുക? നിങ്ങൾക്ക് പറ്റുമോ? എങ്ങനെ പറ്റും? നിങ്ങൾ നാളെ പോളിസി മേക്കേഴ്സായി മാറണം. ഈ നാട് ഭരിക്കുന്ന സംവിധാനങ്ങൾ എഴുതുന്നവരായി നിങ്ങൾ മാറണം. നിങ്ങൾ BR അംബേദ്കറുടെ ജീവിതം കേട്ടിട്ടില്ലേ? ഇന്ത്യയിലെ ഏറ്റവും ഇന്റലക്ച്വൽ ആയിട്ടുള്ള മനുഷ്യൻ ആരാന്നറിയോ നിങ്ങൾക്ക്? ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിമാനായ മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയും, ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യയുടെ ഭരണഘടന എഴുതിയ ആള് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഹി വാസ് ദ ഹെഡ് ഓഫ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി. ഡോക്ടർ BR അംബേദ്കർ എഴുതിയ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ഇന്ത്യയിലെ 130 കോടി മനുഷ്യർ. ആ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ ആലോചിച്ചപ്പോൾ ആദ്യം ആലോചിച്ചത് ഒരു പട്ടികജാതിക്കാരനെയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പൊ നിങ്ങൾ പിറകിലാണോ? പിന്നെ എങ്ങനെ നമ്മൾ പിറകിലായി? എന്തുകൊണ്ട് നമ്മൾ പിറകിലായി? നമ്മൾ പിറകിലാകാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. എന്താ പറയുക കുട്ടികളെ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം നമുക്കില്ലാതെ പോയി. എഡ്യൂക്കേഷൻ മാത്രമാണ് പവർഫുൾ ടൂൾ ടു ചേഞ്ച് ദ സൊസൈറ്റി. നിങ്ങൾക്ക് ഈ സമൂഹത്തെ മാറ്റണോ? നിങ്ങൾ വിചാരിക്കുന്നവർക്ക് വിദ്യാഭ്യാസം കൊടുക്കൂ. നിങ്ങൾക്ക് ഈ സമൂഹത്തെ മാറണം എന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കൂ. നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ഈ സ്ഥാപനം ഒരു IAS അക്കാഡമിയാണ്. നിങ്ങൾക്കറിയോ? ഇതിനു മുമ്പ് ആരോ വന്നിട്ടുണ്ടോ? ഇവിടെ കണ്ടിട്ടുണ്ടോ? കണ്ട കുട്ടികളുണ്ട്? ഇല്ല, കുറച്ച് പേരുണ്ട്. ഓക്കെ. ഈ IAS അക്കാഡമി ഉണ്ടാക്കിയപ്പോൾ നിർബന്ധപൂർവം അതിൽ എഴുതി ചേർത്ത ഒരു കാര്യമുണ്ട്. ഇവിടെ എല്ലാവർക്കും മെറിറ്റോറിയസ് ആയി മാത്രമാണ് അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷെ SC വിഭാഗത്തിലെ കുട്ടികൾക്ക് 5% സംവരണം ഏർപ്പെടുത്തിയ സ്ഥാപനമാണിത് എന്ന അഭിമാനത്തോടെ ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ നിരവധി SC കുട്ടികൾ പഠിക്കുന്നുണ്ട്. പൂർണ്ണമായും സൗജന്യമായി പഠിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് IASകാരുണ്ടാകണം. ഈ പെരിന്തൽമണ്ണ MLA എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ നിങ്ങളെല്ലാവരെയും കേൾക്കുമ്പോൾ, ഇതിൽ സോഷ്യോളജി പഠിക്കുന്നവരുണ്ട്, ഹിസ്റ്ററി പഠിക്കുന്നവരുണ്ട്, ജോഗ്രഫി പഠിക്കുന്നവരുണ്ട്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും IAS സ്വപ്നം കാണുന്നവരുണ്ടോ? എനിബഡി? ആർക്കെങ്കിലും IAS ആവണമെന്ന് ആഗ്രഹമുണ്ടോ? അത് നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ സ്വപ്നം കാണാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ നാളെ ഒരു സബ് കളക്ടറുടെ കാറിൽ വന്ന് ഇറങ്ങുന്നത് സ്വപ്നം കാണുന്ന ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു സബ് കളക്ടർ ഇപ്പോൾ ഈ 1 വർഷം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ആ സബ് കളക്ടറുടെ പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവിടെ ഒരു സബ് കളക്ടറുടെ പേര്
വയനാട്ടുകാരിയായ ഒരു സബ് കളക്ടർ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ കുറച്ചുകൂടി വേടൻ്റെ പാട്ട് കേൾക്കണം. വേടൻ്റെ പാട്ട് കേൾക്കണം. ഞാൻ തമാശയായിട്ട് പറഞ്ഞാൽ, വേടൻ്റെ പാട്ട് കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ടോ? വേടൻ്റെ പാട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? വേടൻ പറയുന്ന രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? എന്തുകൊണ്ടാണ് ഒരു കളക്ടർ ഇല്ലാതെ പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? കളക്ടർ ഉണ്ടാവണ്ടേ നമുക്ക്? എന്നിട്ട് നിങ്ങളുടെ കൊച്ചു വീടിന് മുമ്പിലേക്ക് ഒരു കളക്ടറുടെ കാറിൽ നാളെ നിങ്ങൾ വന്നിറങ്ങുമ്പോൾ ഒരു പോലീസുകാരൻ നിങ്ങളെ കാറിൻ്റെ ഡോറ് തുറന്നു തന്ന് നിങ്ങൾക്ക് സല്യൂട്ട് അടിക്കുന്ന രംഗങ്ങൾ ആലോചിച്ചു. സുഖല്ലേ? നമുക്ക് പോളിസി എഴുതുന്നവരായി മാറണം. സമൂഹത്തെ മാറ്റണമെങ്കിൽ നിങ്ങൾ പോളിസി ഡ്രാഫ്റ്റ് ചെയ്യുന്നവരായി മാറണം. അത് നമുക്ക് സാധിക്കും. നിരവധി കുട്ടികൾ അത് തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കണ്ടോ ഞങ്ങൾക്ക് ബുദ്ധി കുറവാണെന്ന്? ഞാൻ പഠിച്ചിട്ടും കാര്യമില്ല, എനിക്ക് ബുദ്ധി ഇല്ല തലയിൽ, അല്ലേ? അത് വിചാരിക്കുന്ന കുറച്ചാൾ ഇവിടെ ഉണ്ട്, ഇല്ലേ? എനിക്ക് കയറൂല എന്ന് വിചാരിക്കുന്നത്, ഇല്ലേ? ഉണ്ടോ ഇല്ലേ? സത്യസന്ധമായി പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്തെല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്ത തലച്ചോറ് ഒരുപോലെയാണ്. പക്ഷേ അതെങ്ങനെ സ്മാർട്ടായി ഉപയോഗിക്കാൻ പറ്റും എന്നത് മാത്രമാണ് കാര്യം. കുട്ടികളെ, നിങ്ങളത് യൂസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് വരെ എലൻ മസ്ക് ആവാം. നിങ്ങളത് യൂസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്കൊരു വേറെ അംബേദ്കർ ആവാം. നിങ്ങളത് യൂസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്കൊരു ആൽബർട്ട് ഐൻസ്റ്റീൻ ആവാം. നിങ്ങൾക്കൊരു സയൻറ്റിസ്റ്റ് ആവാം, ടെക്നോക്രാറ്റ് ആവാം. ഞാൻ എപ്പോഴും ദുഃഖത്തോടു കൂടി ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? എന്തുകൊണ്ട് SC വിഭാഗത്തിനകത്ത് നിന്ന് ഒരു ഓൺട്രപ്രണർ ഉണ്ടാവുന്നില്ല? ഞാൻ ഇത് അവിടെ ആരായിരുന്നു പറഞ്ഞത്? BBA പഠിക്കുന്ന കാര്യം, ബിസിനസ് ആവണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒന്ന് എഴുന്നേറ്റുന്നേ. നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് ഓളെ നമുക്ക് നല്ലൊരു ഓൺട്രപ്രണർ ആക്കണം. എന്താ കാര്യം എന്നറിയോ? എന്തുകൊണ്ടാണ് SC വിഭാഗത്തിനകത്ത് നിന്ന് ഓൺട്രപ്രണേഴ്സ് ഇല്ലാത്തത്? കോൺഫിഡൻസ് ആണ് പ്രശ്നം. നിങ്ങൾ ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളാണ്. നിങ്ങൾ ആരെക്കാളും താഴെയല്ല എന്ന ഉത്തമ ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നിങ്ങൾ എത്ര പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരട്ടെ, നിങ്ങൾ എത്ര കഷ്ടപ്പാടുകൾക്കിടയിൽ ജീവിക്കട്ടെ, നൺ ഓഫ് ദ മാറ്റർ. അതൊന്നും ഒരു പ്രശ്നമല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് മാത്രമാണ് ലോകത്തെ ഏറ്റവും വലിയ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് നിങ്ങൾക്കറിയോ? ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നവരാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടാക്കിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രമായ ജീവിതാവസ്ഥയിൽ നിന്നാണ് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യരുണ്ടായത്. കാരണം അവർക്കായിരുന്നു അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കരുത്, നിരാശപ്പെടരുത്, ഒറ്റപ്പെടരുത്. ഞാൻ നിങ്ങളെല്ലാവരെയും ഒരു ഹാളിനകത്തേക്ക് വിളിച്ചേർത്ത് എന്തിനാണെന്നറിയോ? ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളൊരു കുടുംബമായിട്ടായിരിക്കും ഇറങ്ങുക എന്ന ഉറപ്പെനിക്കുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങളെ വിടുള്ളൂ. ഈ 75 പേർ ഞാൻ നിങ്ങളെ ഏറ്റെടുക്കും. ഈ 75 പേരെയും ഞാൻ ഏറ്റെടുക്കും. പകരം നിങ്ങൾ എന്താ എനിക്ക് തരേണ്ടതെന്ന് അറിയാം? നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള മനുഷ്യന്മാരെ നന്നാക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണം. അറിയോ റെഡി? ജീവിതം മാറ്റാൻ നേതൃത്വം നൽകുന്ന ലീഡേഴ്സാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. യു ആർ ഓൾ ലീഡേഴ്സ്. യു ഹാവ് ദ കപ്പാസിറ്റി. ഞാൻ നോക്കി ഒരു കുട്ടി പോലും, ആകെ 10ാം ക്ലാസ് കഴിഞ്ഞ മോളാണ് പറഞ്ഞത്, ഞാൻ 10ാം ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് എഴുന്നേക്കണമെന്ന് ചോദിച്ചു. ബാക്കി എല്ലാവരും വളരെ എഫർമേറ്റീവായി സംസാരിച്ചില്ലേ? ഇവിടെ നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ? ലീന വളരെ ഗംഭീരമായി സംസാരിച്ചില്ലേ? ഈ കോൺഫിഡൻസ് ആണ് നമ്മളുടെ ജീവിതത്തെ മാറ്റേണ്ടത്, അല്ലേ? നമുക്ക് മാറാൻ പറ്റും. നമ്മളുടെ അച്ഛനും അമ്മയും അനുഭവിച്ച കഷ്ടപ്പാട്, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ കുറേ ആളുകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഇനി നിങ്ങളുടെ തലമുറക്ക് പിറകെ വരുന്നവർ അനുഭവിക്കരുത് എന്നതാണ് പ്രധാനം.
അതിന് നമുക്കൊരു സോഷ്യൽ ചേഞ്ചാണ് വേണ്ടത്. അപ്പം നമ്മളെല്ലാവരും കൂടി ചേർന്ന് നമ്മളൊരു തീരുമാനം എടുക്കുന്നത് നമ്മൾ സദ്ഗ്രാമങ്ങൾ പണിയും എന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവോ? ഉറക്കെ പറ. എന്താണ് സദ്ഗ്രാമങ്ങളുടെ നമ്മൾ ലക്ഷ്യം എന്ന് പറയട്ടെ. 4 ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഗോൾ, ഒരു സദ്ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കോളനി എന്ന് വിളിച്ചതിനെയാണ് ഞാൻ സദ്ഗ്രാമം എന്ന് പറഞ്ഞത്. ഒരു സദ്ഗ്രാമത്തിൽ അച്ചീവ് ചെയ്യേണ്ട ആദ്യത്തെ ഗോൾ എഡ്യൂക്കേഷനാണ്. എല്ലാവർക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടണം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും +2 എബോവ് പഠിക്കുന്ന കുട്ടികളാണല്ലോ. നിങ്ങളെ നമ്മളൊരു 3 മാസത്തെ ട്രെയിനിങ്ങിനകത്ത് എല്ലാവരെയും ഫെലോസ് ആക്കി മാറ്റും. നിങ്ങൾ ഫെലോസായി മാറുമ്പോൾ നിങ്ങളുടെ പഠനം തുടരണം. അതിൻ്റെ കൂടെ നിങ്ങളുടെ ചുറ്റും താമസിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് അവർക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റിൽ നിങ്ങളും കൂടി പഠിച്ച് നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റുമോ? അതിന് ചെറിയൊരു വരുമാനം ഞങ്ങൾ തന്നാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവോ? നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണോ? ഇതൊരു സാമൂഹ്യ മാറ്റം ഉണ്ടാക്കും. ഇപ്പം നമ്മളുടെ സദ്ഗ്രാമങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം ഡ്രോപ്പ് ഔട്ടാണ്. ഇപ്പം നിങ്ങളെ വീട്ടിൽ തന്നെ നോക്ക്, എത്ര പേര് +2 കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ടാവും അല്ലേ? ഇവിടെ +2 കഴിഞ്ഞ ആളുകളുണ്ടല്ലോ, കുറേ ആളുണ്ട് അല്ലേ റിസൾട്ട് വെയിറ്റ് ചെയ്ത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു എല്ലാ കുട്ടികളോടും പറയാണ്, ഒരാൾ പോലും ഡ്രോപ്പ് ഔട്ട് ഇനി ആവാൻ പാടില്ല. പഠിക്കണം. നിങ്ങൾ എത്ര പഠിക്കുകയാണെങ്കിലും പഠിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കി തരും, ഉറപ്പായിട്ടും. ഈ 75 പേർക്ക് എന്ത് പഠിക്കാനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാവും. നിങ്ങളെ പഠിപ്പിച്ചിരിക്കും, നിങ്ങളുടെ സ്വപ്നം വരെയും പഠിപ്പിക്കും. ഓക്കെ? അപ്പം നമുക്ക് പഠിക്കാൻ തീരുമാനിക്കാം, വർക്ക് ചെയ്യാൻ തീരുമാനിക്കാം, ഈ സാമൂഹ്യ മാറ്റങ്ങളുടെ മുമ്പിൽ നടക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം ഹെൽത്താണ്. മാൽന്യൂട്രീഷൻ ഇല്ലാത്ത പ്രശ്നം. ഇപ്പം ഞങ്ങൾ നമ്മുടെ നിയോജകമണ്ഡലത്തിനാണ് അകത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ സ്റ്റുഡൻസുമായി ചേർന്ന് നമ്മളുടെ ഒരു NGO വർക്കിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മൊത്തം സഞ്ചരിച്ചു. നിങ്ങളെല്ലാവരും വരുന്ന നാടുകൾ ഉൾപ്പെടെ 358 സദ്ഗ്രാമങ്ങൾ നമ്മളുടെ മണ്ഡലത്തിലുണ്ട്. 2779 വീടുകളിൽ നിന്നാണ് നിങ്ങളെല്ലാവരും വരുന്നത്. 2779 SC ഭവനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് അറിയോ? 100 കണക്കിന് വീടുകൾ ഇപ്പോഴും ഷെഡിലാണ് ആളുകൾ താമസിക്കുന്നത്. എങ്ങനെ അവർ ഷെഡിലെത്തി? ഇതാണ് ഞാൻ പറഞ്ഞ പോളിസിയുടെ പ്രശ്നം. അവർ ഷെഡിലെത്താൻ കാരണം നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, 4 ലക്ഷം റുപ്യ ലൈഫിൽ കിട്ടും വീടുണ്ടാക്കാൻ. കിട്ടണമെങ്കിൽ ആദ്യം എന്താക്കണം? താമസിക്കുന്ന കട്ടൻ്റെ വീടായിരിക്കും, ഓടിൻ്റെ വീടായിരിക്കും, ഓല മേഞ്ഞ വീടായിരിക്കും, അത് ആദ്യം പൊളിക്കണം. അതോടെ അവരെ ആദ്യം നമ്മൾ ഭവനരഹിതരാക്കി, വീടുള്ള ആളെ വീടില്ലാത്തവരാക്കി. എന്നിട്ട് 50,000 റുപ്യ 75,000 റുപ്യ എത്ര നമ്മളെ SC കോർഡിനേറ്റേഴ്സ് പ്രൊമോട്ടേഴ്സ് പറയും എത്രയാണ് ആദ്യ ഗഡു കിട്ടുന്നത്? 50,000 അല്ലേ? 40,000. ഈ 40,000 റുപ്യ ഈ സാധുക്കൾക്ക് കിട്ടും. അപ്പോഴേക്ക് അവരുടെ വീട് അവർ പൊളിച്ചിട്ടുണ്ടാവും. ഈ 40,000 റുപ്യയിൽ അന്നപ്പുള്ള വലിയ കട ഉണ്ടാവും, ഒരു 10,000 റുപ്യ കടം കിട്ടും അല്ലേ? ബാക്കി 30,000 കൊണ്ട് ഒരു തറ കിട്ടും. എന്നാൽ ഇതിൻ്റെ മേലേക്ക് പണിതാൽ മാത്രമേ എന്ത് കിട്ടൂ? അടുത്ത ഗഡു കിട്ടുള്ളൂ അല്ലേ ചേട്ടാ? അതോടുകൂടി ആ ഗഡു വാങ്ങാനുള്ള യോഗം ഇവർക്ക് ആർക്കും ഉണ്ടാവില്ല. ഞങ്ങളിപ്പോൾ സഞ്ചരിച്ച മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും എടുത്ത ഡാറ്റ വിത്ത് ഫോട്ടോ ആൻഡ് വീഡിയോ എൻ്റെ മുമ്പിലുണ്ട്. ടോയ്ലറ്റ് ഇല്ലാത്ത നിരവധി വീടുകളുണ്ട്. വീട് ടാർപോളിനകത്തേക്ക് മാറിപ്പോയ നിരവധി മനുഷ്യരുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും അത് വീടാക്കാൻ കഴിയില്ല. ഇത് മാറണ്ടേ നമുക്ക്? മാൽന്യൂട്രീഷൻ ഉണ്ട്, കുട്ടികൾക്ക് പോഷകാഹാരക്കുറവുണ്ട്, കുട്ടികൾക്ക് അസുഖമുണ്ട്, കുട്ടികൾക്ക് രോഗമുണ്ട്. മാറണ്ടേ നമുക്ക്? നമ്മുടെ രണ്ടാമത്തെ പില്ലർ ഹെൽത്താണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം SC വിഭാഗത്തു നിന്ന്. മൂന്നാമത്തത്, പലപ്പോഴും നിങ്ങൾ കോളേജിൽ നിന്ന് നേരിട്ടോന്ന് എനിക്കറിയില്ല, പക്ഷേ പലരും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കോളനി വെച്ചിട്ടുള്ള അധിക്ഷേപം. അവിടെ വൃത്തി ഉണ്ടാവില്ല അല്ലേ പറയുന്ന ആളുകളുണ്ട്, അവിടെ വെടിപ്പുണ്ടാവില്ല, അവിടെ ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഓരോ വീടും നമ്മൾ മാറ്റണം.
ഏറ്റവും മനോഹരമായ പൂന്തോട്ടങ്ങൾ പോലെ നമ്മളുടെ വീടുകൾ മാറണം. അതാണ് മൂന്നാമത്തെ ഗോൾ. നാലാമത്തത്, ഒരുപാട് അമ്മമാർ നമ്മളെ വീട്ടിൽ വെറുതെക്കാണ് അല്ലേ? അതൊരു വലിയ ഹ്യൂമൻ റിസോഴ്സാണ്, അൺടാപ്ഡ് ഹ്യൂമൻ റിസോഴ്സാണ്. കുറച്ചാളൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്, ഒരുപാട് ആളുകൾ തൊഴിലുറപ്പിന് പോകുന്നവരുണ്ടാവും, കുറച്ചാൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും, ഒരുപാട് ആളുകൾ വീട്ടിലിരിക്കുന്നവരിൽ ലീനെ പോലെയുള്ള വളരെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് ഇവർക്കെല്ലാം ഒരു സ്കില്ല് പഠിപ്പിക്കണം. ഉദാഹരണമായിട്ട് ഒരു പേപ്പർ ബാഗ് നിർമ്മാണം. നമ്മളൊരു പ്രദേശത്ത്, ഒരു പഞ്ചായത്തിൽ നമ്മൾ പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. എല്ലാ വീടുകളെയും നമ്മൾ കണക്ട് ചെയ്യുന്നു. ഒരു ചെറിയ വരുമാനം സ്ത്രീകളുടെ കയ്യിലേക്ക് എത്തുന്നു. സ്ത്രീകളുടെ കയ്യിലേക്ക് വരുമാനം എത്തുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ്? അവർ മക്കളെ പഠിപ്പിക്കാനോ മക്കൾക്ക് വേണ്ടിയോ അത് വിനിയോഗിക്കും. ഇല്ലേ? ആം ഐ കറക്റ്റ്? അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവും. ഈ 4 പില്ലറിലാണ് സദ്ഗ്രാമം നമ്മൾ പണിയാൻ പോകുന്നത്. അപ്പം ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാ കുട്ടികളും നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ഫെലോസ് ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പം എടുക്കാൻ പോകുന്ന ഒരു എഫേർട്ട് എന്താ ചോദിച്ചാൽ, നമ്മൾ CSR ഫണ്ട് കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഫണ്ടുകൾ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിയമസഭയിൽ ചോദിച്ചതാണ്, ഏറ്റവും കൂടുതൽ ലാപ്സ് ആവുന്ന ഫണ്ട് ഇവിടെ നിങ്ങൾ SC കോർഡിനേറ്റർ പ്രൊമോട്ടർമാരുണ്ടല്ലോ, ഓരോ പഞ്ചായത്തിലും SCക്ക് അനുവദിച്ച ഫണ്ട് ചെലവാകാതെ നഷ്ടപ്പെട്ടു പോകുന്നത് കോടികളാണ്, കോടിക്കണക്കിന് രൂപ. നമുക്ക് ഈ ഫണ്ട് മുഴുവനും ഒരുമിച്ച് ചേർക്കാൻ കഴിയണം. ഇവിടെ റീന ഇരിക്കുന്നു. റീന നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, താഴെക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഈ പ്രൊജക്റ്റ് ലീഡ് ചെയ്യുന്ന ആളുകളിൽ ഒരാൾ റീനയാണ്. റീനക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഒരു 10 വർഷത്തെ ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു അത്ഭുതവും ഒരു രാത്രി കൊണ്ട് സംഭവിച്ചിട്ടില്ല. ഒരുപാട് മനുഷ്യരുടെ കഠിനാധ്വാനം കൊണ്ട് വർഷങ്ങൾ കൊണ്ടേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഓരോ വർഷം നേടേണ്ട ഗോൾ സെറ്റ് ചെയ്യണം. ഉദാഹരണമായിട്ട് SC വിഭാഗത്തിലെ LP സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ക്യാമ്പയിൻ ഏറ്റവും കൂടുതൽ LSS നമ്മൾ ജയിപ്പിക്കും. ആദ്യത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന് കുട്ടികളെ പ്രാപ്തരാക്കും. UP സ്കൂൾ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് USS നമ്മൾ ജയിപ്പിക്കും. NMMS നമ്മൾ നേടും. അങ്ങനെ നമ്മൾ തീരുമാനമെടുത്താൽ എന്തൊരു സോഷ്യൽ ചേഞ്ചാണ് വരാൻ പോകുന്നത്. NMMS എഴുതിയ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. NMMS കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? വെരി ഗുഡ്. 3 പേർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒരു കയ്യടി കൊടുത്തേ. എല്ലാവരും 1000 രൂപ വെച്ച് വാങ്ങുന്നുണ്ട് ഇപ്പോൾ അല്ലേ? കഴിഞ്ഞോ? +2 കഴിഞ്ഞു അല്ലേ? +2 കഴിഞ്ഞോ? PG അല്ല, അപ്പം +2 വരെ പൈസ കിട്ടിയിട്ടുള്ളൂ അല്ലേ? ചേച്ചിക്കായിട്ട്. ഓക്കെ. അപ്പോൾ NMMS ജയിച്ച ഒരു കുട്ടിക്ക് എല്ലാ മാസവും 1000 രൂപ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാലോ? അറിയോ? 8ാം ക്ലാസ്സിൽ നിന്നാണ് ആ പരീക്ഷ എഴുതേണ്ടതെന്ന് അറിയാലോ? നിങ്ങളെ വീട്ടിൽ അനിയനും അനിയത്തിയൊക്കെ ഇല്ലേ? നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യിപ്പിച്ചാൽ അവരോട് നമുക്ക് മാസത്തിൽ 500 രൂപ വായ്പയും കൂടെ. ഈ സ്കോപ്പ്, എന്തെല്ലാം ആനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസത്തിന്, പഠിക്കാൻ എന്തെല്ലാം സബ്സിഡികൾ, സംഗതികൾ, എന്തെല്ലാം സ്കോളർഷിപ്പുകൾ. നിങ്ങൾ എല്ലാ സ്കോളർഷിപ്പും അവൈൽ ചെയ്തിട്ടുണ്ടോ? ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അവൈൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് എല്ലാ സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ടോ? ഏത് സ്കോളർഷിപ്പ് കിട്ടിയേ? കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. നല്ല ക്ലാപ്പ് കൊടുത്ത് അത് അതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ നിയോജക മണ്ഡലത്തിലെ ഒരു SC കുട്ടി പോലും ഒരു സ്കോളർഷിപ്പ് മിസ് ചെയ്യരുത്. നിങ്ങളേറ്റോ നമ്മളെ താഴെയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള കുട്ടികൾ. പിന്നെ നിങ്ങൾക്കിപ്പോൾ വിദേശത്ത് പഠിക്കണോ? വിദേശത്ത് പഠിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. ഹാവ് യു ഹേർഡ് അബൌട്ട് ദാറ്റ്? അറിയോ? നിങ്ങൾക്കായിട്ടൊരു പ്രവർത്തിക്കുന്ന കമ്മീഷനുകളുണ്ട്, കമ്മിറ്റികളുണ്ട്. അറിയോ? അതുവഴിയൊക്കെ ഒരുപാട് സംഗതികൾ നമുക്ക് ആർജിക്കാനുണ്ട്. ഇതെല്ലാം നമ്മൾ ഇന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ മാറും.
നിങ്ങളെല്ലാവരും അതിൽ ആക്റ്റീവ് ആവണം. ആക്റ്റീവ് ആകാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? താല്പര്യമില്ലാത്തവരുണ്ടോ ഇതിൽ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ. താല്പര്യമില്ലെങ്കിൽ അല്ല തിരക്കുണ്ടെങ്കിൽ, അതിന് പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും റെഡിയാണോ? റെഡിയാണോ? നിങ്ങളെല്ലാവരെയും വാട്സപ്പിൽ ചേർക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം ഈ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഷെയർ ചെയ്യും. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, എനിക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം മൗസി അവിൽ മിൽക്കില്ലേ, നിങ്ങളെല്ലാവരും അവിൽ മിൽക്ക് കുടിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ അവിടെ മൗസി അവിൽ മിൽക്കിൽ പോയപ്പോൾ ഒരു കുട്ടി അവിടെ എന്നോട് ഓർഡർ എടുക്കാൻ വന്നു. നല്ല സ്മാർട്ടായൊരു പയ്യൻ. അപ്പോൾ അവൻ ഓർഡർ എടുത്ത് ഞാൻ ഓർഡറൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, സർ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്കൊരു വിഷ് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഞാൻ തരാം, എനിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ അവന് പറഞ്ഞു, ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, മൗസിയിൽ ബർത്ത്ഡേക്ക് പോയാൽ ഫ്രീ ആണെന്ന് തോന്നുന്നു അല്ലേ? ഫ്രീയാ? അപ്പോൾ അവൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ നോക്കുമ്പോൾ അത് ഈ പയ്യൻ്റെ ഫാമിലി എനിക്ക് പരിചയമുള്ള ഫാമിലിയാണ്, ഒരു സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ള ഫാമിലിയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പോൾ ഇവൻ ഇവിടെ ജോലി ഉണ്ടല്ലോ. ഞാൻ അവന് പ്രത്യേകമായിട്ടൊരു കൈ കൊടുത്തിട്ട് അഭിനന്ദിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് വേണ്ടത്. സാമ്പത്തികമായിട്ട് നല്ല സൗകര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പോലും മൗസിയിൽ ഒരു വെയിറ്റർ ജോലി ചെയ്യാൻ തയ്യാറാവുന്ന കുട്ടികളുടെ കാലമാണിത് എന്നത് സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളൊക്കെ ജോലി ചെയ്യണം, പാർട്ട് ടൈം വർക്ക് ചെയ്യണം, ചെറിയ ജോബാണേലും എടുക്കണം. നമുക്ക് നോക്കാം, നമുക്ക് ആലോചിക്കാം, ചെറിയ വരുമാനം വരട്ടെ. നമ്മളിപ്പോൾ പലരും കമ്പ്യൂട്ടർ PGDC ഒക്കെ കഴിഞ്ഞ ആളുകൾ കുറേ കോഴ്സുകൾ ചെയ്താണ്. നമുക്ക് ഡാറ്റ എൻട്രികളെ കുറിച്ച് ആലോചിക്കാം. നമുക്ക് കുറച്ച് വർക്കുകൾ, ജോബ് വർക്കുകൾ എടുക്കാം. നിങ്ങൾക്കൊരു സിസ്റ്റം മാത്രം ഉണ്ടായാൽ മതി, അല്ലെ ഒരു ലാപ്ടോപ്പ് ഉണ്ടായാൽ മതി. നമുക്ക് എന്നിട്ട് നിങ്ങൾ ഡാറ്റ എൻട്രിയിലേക്ക് നമുക്ക് ഒരു വരുമാന സ്രോതസ്സായിട്ട് കൊണ്ടുവരാം. ഉദാഹരണം പറയണം, ഈ ആലോചനകൾ ഇനി ഞാൻ മാത്രമല്ല നടത്തുക, 75 എൻ്റെ പോലെയുള്ള 75 തലകൾ കൂടി ഈ ആലോചനകളിലേക്ക് ചേരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഒറ്റക്കല്ല, നമ്മളൊരു കൂട്ടായ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്, ഒരു ടേക്ക് ഓഫ്. അതിൽ ഓരോരുത്തരും അവരുടെ ഡ്രീമിനെ കുറിച്ച് സോളിഡായ ഒരു ധാരണ ഉണ്ടാക്കണം. നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണം. വലിയ സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റുന്ന ഉറപ്പ് വേണം. നമുക്ക് എത്തും. നിങ്ങളൊക്കെ എത്ര സ്മാർട്ടാണ്, നിങ്ങളൊക്കെ എത്ര ഇൻ്റലിജൻ്റ് ആണ്, നിങ്ങളൊക്കെ എത്ര ഉഷാറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നവരാണ്. നിങ്ങൾക്കൊക്കെ എനർജി ഉണ്ട് ഇല്ലേ? ആ എനർജി നമുക്ക് പോസിറ്റീവായി ഉപയോഗിക്കണം. എന്നിട്ട് നമുക്ക് ഈ മാറ്റം, നമ്മളുടെ മണ്ഡലം, എൻ്റെ ഒരു സ്വപ്നമാണ് ഞാൻ പറയുന്നത്, അത് ഷെയർ ചെയ്യാൻ പറ്റിയ ആദ്യത്തെ ടീം നിങ്ങളാണ്. ആ സ്വപ്നം എന്താണെന്നറിയോ? നമുക്ക് ഐക്യരാഷ്ട്രസഭയിൽ നിന്നൊരു അവാർഡ് വാങ്ങണം ഈ പ്രോജക്റ്റിൻ്റെ പേരിൽ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. നമുക്ക് UN പോകണം. UN പോയിട്ട് നിങ്ങളും വരണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചൊരു അവാർഡ് വാങ്ങണം. എന്ത്? ഈ രാജ്യത്ത് ആദ്യമായിട്ട് എല്ലാ കോളനികളെയും മാറ്റി സദ്ഗ്രാമങ്ങളാക്കി, അവിടുത്തെ ജീവിത നിലവാരം മുഴുവൻ മാറ്റി എഡ്യൂക്കേറ്റഡ് ആക്കി, അവിടുത്തെ മുഴുവൻ സ്ത്രീകളെയും സ്കിൽഡാക്കി, അവിടുത്തെ മുഴുവൻ മനുഷ്യന്മാരുടെയും ജീവിതത്തെ ഹെൽത്തിയസ്റ്റ് ആക്കി നമുക്കൊരു അവാർഡ് വാങ്ങണം. ഓക്കെ, ആ അവാർഡ് വാങ്ങണമെങ്കിൽ നിങ്ങളെല്ലാവരും ജോലി ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട ജോലി, നിങ്ങൾ എന്താണോ ഇപ്പം ചെയ്യുന്ന ജോലി, പഠിക്കുന്നത്, ആ പഠനം നന്നായി തുടരുക. നിങ്ങളെ ഞാൻ ടേക്ക് കെയർ ചെയ്യും, നമ്മളുടെ ടീം ടേക്ക് കെയർ ചെയ്യും. നിങ്ങൾക്ക് PSC പരീക്ഷ ഉണ്ടെങ്കിൽ ഞങ്ങൾ കോച്ചിങ് തരും. നമുക്ക് ബാക്കി കാര്യങ്ങളിലെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ ഏതെല്ലാം ഫണ്ടുകൾ നമുക്ക് പൂൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ പൂൾ ചെയ്യും. അങ്ങനെ നിങ്ങൾ മാറ്റുന്ന ഒരു നാടുണ്ടാക്കണം. നമ്മൾ ചെറിയ ഏരിയകൾ മാറുമ്പോഴാണ് വലിയ ഏരിയകളായിട്ട് അത് വ്യാപിക്കുക. അറിയാമല്ലോ, നമ്മളൊരു ചെറിയ പ്രദേശം മാറ്റുമ്പോഴാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഒരു വലിയ നാട്ടിലേക്ക് വളരുക. നിങ്ങൾ ഒരു സദ്ഗ്രാമത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു മാറ്റമാണ് നാളെ നിങ്ങളുടെ പഞ്ചായത്ത് ആകെ അത് പടരുക. അത് പടർത്താൻ നമുക്ക് കഴിയും. റെഡിയല്ലേ? നിങ്ങൾ റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ അല്ലേ? ബോയ്സ് ഓക്കെ അല്ലേ? ഗേൾസ് ഓൾറെഡി ഓക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു യാത്രയുടെ ആലോചനയാണ് ഇന്നത്തെ ഈ ട്രെയിനിങ് ക്യാമ്പ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മളുടെ പ്രോജക്റ്റുകൾ വളരെ കൃത്യമായി
അത്രയും ബ്രില്യൻ്റ് ആയ ഒരു ടീം നമ്മുടെ കൂടെ ഈ പ്രൊജക്റ്റ് ടേക്ക് ഓഫ് ചെയ്യാനുണ്ട്. അപ്പം നമ്മളിതിപ്പോൾ റൺവേന്ന് വിമാനം മെല്ലെ പൊങ്ങാണ്. ഈ വിമാനത്തിൽ നിങ്ങളൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ട് കയറിയിട്ടുണ്ട്. ഇനി സീറ്റ് ബെൽറ്റ് അയച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിക്കളയരുത്. ഇറങ്ങോ? അപ്പം അങ്ങനെ നമ്മൾ വർക്ക് ചെയ്താൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും, പറക്കാൻ കഴിയും. ലോകത്തിന് മുമ്പിൽ നമുക്ക് സ്റ്റോറികൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പോൾ സ്റ്റോറീസാണ് സംസാരിക്കേണ്ടത്, റിസൾട്ട്സ് ആണ് സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പഠിക്കുന്ന, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളെ ഒരു കൊച്ചു വീടിൻ്റെ മുമ്പിൽ ഒരു സബ് കളക്ടറുടെ കാറ് വരുന്നത്. ഞാൻ ഇവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് പറഞ്ഞതാണ്. അവളുടെ വീട് കടപ്പുറത്താണ്. അവളുടെ വാപ്പ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അവൾ താമസിക്കുന്നത് ടാർപോളിയും വലിച്ചു കെട്ടിയ വീട്ടിലാണ്. അവൾക്കൊരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത വീട്ടിലാണ്. ആ വീട്ടിൽ നിന്നാണ് അവൾ ഇവിടെ എത്തിയത്. അവൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിയിട്ടാണ് ഇവിടെ വന്നത്. ആ കുട്ടിയോടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ വീട്ടിന് മുമ്പിൽ ഒരു സബ് കളക്ടറുടെ കാറ് വന്ന് നിൽക്കും. അതുവരെയും നിങ്ങൾ തളരരുത്, പ്രതീക്ഷ കൈവിടരുത്, തോൽക്കരുത്. തോൽക്കൂല, ഒരിക്കലും തോൽക്കൂല. ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നത്തെ ജനറേഷനുള്ള ഏറ്റവും വലിയ പ്രശ്നം രണ്ട് കാര്യമാണ്. ഒന്ന്, നിങ്ങൾക്ക് ക്ഷമയില്ല. ഇപ്പം വേണം സംഗതി, ഇപ്പം വിചാരിച്ച ഇപ്പം കിട്ടണം, അല്ലേ? നല്ല ക്ഷമ വേണം ജയിക്കാൻ. ലോകത്ത് ജയിച്ച മനുഷ്യർ മുഴുവനും കാത്തിരുന്നവരാണ്. ക്ഷമ വേണം. രണ്ടാമത്തെ കാര്യം, റിജക്ഷൻ നേരിടണം, തോൽവി നേരിടണം, പ്രശ്നങ്ങൾ നേരിടണം, നിങ്ങളെ മാറ്റി നിർത്തലുകളെ നേരിടണം. റിജക്ഷൻ ഒരു പവറാക്കണം. അങ്ങനെ പവറായാൽ നമ്മൾ തോൽപ്പിക്കാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. നിങ്ങൾ അത്ര കപ്പാസിറ്റി ഉള്ള കുട്ടികളാണെന്ന് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നെക്കാൾ വലിയൊരാൾ ഈ ദുനിയാവിലില്ല എന്ന് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാലേ നമ്മൾ വലുതാവും, നമ്മൾ വലിയ ആളുകളാകും. അങ്ങനെ നമ്മളൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ചരിത്രമാവും, ഇന്നത്തെ ഓർമ്മകൾ ഒരു ചരിത്രമാവും. നിങ്ങളിവിടെ ഇരുന്ന ഈ നിമിഷം ഒരു ചരിത്രമാവും. നിങ്ങളിരിക്കുന്ന വലിയ കസേരയിൽ ഇരുന്ന് അന്ന് നിങ്ങൾ ഓർക്കണം, ഞങ്ങൾ ഈ ദിവസം വന്നിരുന്ന ഈ ദിവസം ഞങ്ങൾക്ക് പാഴായി പോയില്ല എന്ന് ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ദിവസം ഉണ്ടാവണം. അത് ഉണ്ടാക്കണം, നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ കൂടുതലും വളരെ സാമ്പത്തിക ശേഷി കുറഞ്ഞ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഡ്രീം ബിഗ്, ഡ്രീം ബിഗ്ഗർ, ഡ്രീം ബിഗ്ഗസ്റ്റ്. ഏറ്റവും വലുത് സ്വപ്നം കാണുക, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക, തളരാതിരിക്കുക. നിങ്ങൾ തളർന്നു പോകുന്നൊരു നിമിഷം നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഈ 75 പേരും ഉണ്ടാകും എന്നതാണ് നമ്മളുടെ ഈ കൂട്ടായ്മയുടെ സ്ട്രെങ്ത്. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായി നിൽക്കാൻ ഈ മനുഷ്യരുണ്ട് എന്നതാണ് ഇന്നത്തെ ഒരു സ്ട്രെങ്ത്. ഇതിലേക്ക് ഇനി ഒരാളെ എടുക്കാൻ പോകുന്നില്ല. ഈ ടീമിലേക്ക് നമ്മൾ ഒരാളെയും, എവിടെ പോയി റീന, എവിടെ പോയി? ഈ ടീമിലേക്ക് നമ്മൾ ഇനി ഒരാളെ എടുക്കാൻ പോകുന്നില്ല, ഒരാളും കൂടുന്നില്ല. ഇന്ന് പ്രസന്റ് ആരുണ്ടോ അവർ മാത്രം മതി, അവരെ മാത്രം മതി എനിക്ക്. ഇവർ മാറ്റണം, ഇവരായിരിക്കണം നമ്മളെ ടീം എന്ന് പറയുന്നത്. അറിയോ? ഓക്കെ, ഒരു നല്ല ഓക്കെ പറയുന്നു. അന്ന് രാവിലെ ചായം കൂടി കുടിച്ചിട്ടില്ല. നല്ല ഓക്കെ പറയും. നിങ്ങൾ ചായ കുടിച്ചോ? എല്ലാവരും ഇവിടുന്ന് രാവിലെ ചായ കുടിക്കാണ്ട് വന്നവരുണ്ടാവില്ലേ? കുറച്ചാൾ നേരത്തെ വന്നോ? അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇനി നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. നിങ്ങൾ പരസ്പരം നിങ്ങളെ ഷെയർ ചെയ്യുക, നിങ്ങൾ പരസ്പരം നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുക. നമ്മൾ ഇനി ഇടയ്ക്ക് ഇവിടെ കൂടും. ഒരു 3 മാസത്തിലോ മറ്റോ നമുക്ക് പറ്റാവുന്നൊരു സമയത്ത് നമ്മൾ വീണ്ടും ഇവിടെ കൂടും. വീണ്ടും നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളെല്ലാവരും ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഒരു ചെറിയ മോണിറ്ററി ബെനിഫിറ്റ് എങ്കിലും ഉണ്ടാക്കി തരാൻ ശ്രമിക്കാൻ പോവാണ്. ഇതെല്ലാം നാളേക്ക് നടക്കുന്നതല്ല, നമ്മളിപ്പോൾ ഈ പറയുന്ന ഒന്നും നാളേക്ക് നടക്കുന്നതല്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം? ആ വിൽ പവർ ഉണ്ടാവണം. ആ വിൽ പവറിൻ്റെ എനർജിയിൽ നിന്നാണ്, ആ മോട്ടിവേഷനിൽ നിന്നാണ്, ആ ഇൻസ്പിറേഷൻ നിന്നാണ്. ഇപ്പം ഞങ്ങളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ നിരന്തരമായ ജോലി ചെയ്ത് നേടിയതാണ്, കഠിനാധ്വാനം ചെയ്ത് നേടിയതാണ്. ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു MLA ആയി നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും നല്ല പങ്ക് ഞാൻ പൊതുപ്രവർത്തനത്തിന് വേണ്ടി പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്തതിൻ്റെ ഫലമാണ്. ഒന്നും ആർക്കും വെറുതെ കിട്ടുന്നില്ല.
ഈ ലോകത്ത് സൗജന്യം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആർക്കും ഒന്നും വെറുതെ കിട്ടിയിട്ടില്ല. നല്ല പണിയെടുത്തവർക്ക് മാത്രമാണ് എല്ലാം കിട്ടിയിട്ടുള്ളത്, അല്ലേ? ആം ഐ കറക്റ്റ്? അപ്പം അതുകൊണ്ട് ജോലി ചെയ്താലേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കൊരു സാമൂഹ്യ മാറ്റമാണ് ഇതുവഴി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ജീവിതം നഷ്ടപ്പെട്ടു പോകുമായിരുന്ന, കൈവിട്ടു പോകുമായിരുന്ന മനുഷ്യർക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ എന്ന് നിങ്ങൾ ഓർക്കുക. മുന്നോട്ട് പോവുക, മുന്നോട്ട് സധൈര്യം പോവുക. നമ്മളെല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ആവശ്യമില്ല, നമ്മളുടെ ഈ കൂട്ടായ്മ തുടങ്ങുകയാണ് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.